ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സേതുസ് ടാരോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് കാർഡ് റീഡ് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ് റീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ആകട്ടെ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൽ കൂടി അവർക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയിരിക്കുക, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരും ഇതുവരെ കിട്ടിയ എല്ലാ നന്മകൾക്കും യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിന്ന് കാർഡ് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിലേക്കെല്ലാം ഒരുപാട് ആളുകൾ അവിചാരിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ആ വന്നവരെല്ലാം എന്തിനാണ് വന്നതെന്നോ അവർ എന്തിനാണ് തിരിച്ചു പോയതെന്നോ നിങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾ അതിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നു. ഉറക്കമില്ലാത്ത ഒരുപാട് രാത്രികളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അവരെന്തിനാണ് നിങ്ങളിലേക്ക് വന്നത്? അവരെന്തിനാണ് നിങ്ങളെ കളഞ്ഞിട്ട് തിരികെ പോയത്? എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും വേദനകൾ തന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് പെയിനുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ റീഡിങ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാർഡ് റീഡിങ് എടുക്കാം. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാർഡ് കിട്ടിയേക്കുന്നത് എന്ന് പറയുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് അദ്ദേഹം വന്നത് എന്തിനാണ് എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ കണ്ടിട്ട് മാത്രമാണ് അദ്ദേഹം നിങ്ങളിലേക്ക് വന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പൈസയിൽ കൂടി അദ്ദേഹത്തിന് ധനവാനാകണം, അതിൽ മാസ്റ്ററാകണം, അദ്ദേഹത്തിന് അതിനകത്ത് പേരെടുക്കണം, ആളാകണം എന്നുള്ള ഒറ്റ രീതിയിൽ മാത്രമാണ് അദ്ദേഹം നിങ്ങളിലേക്ക് വന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ആ പൈസയ്ക്ക് വേണ്ടി മാത്രം, നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം നിങ്ങളോട് ഇത്രയും സ്നേഹത്തോടു കൂടി നിന്നത്, അല്ലെങ്കിൽ ഇത്രയും സ്നേഹം നിങ്ങളെ ധരിപ്പിച്ചത് എന്നുള്ളത് കൂടിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് എനിക്ക് എങ്ങനെയും പൈസ നേടണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിന് വേണ്ടിയാണ് അദ്ദേഹം യാതൊരു ചലനവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരേ ദിശയിൽ തന്നെ ബാലൻസ് ചെയ്തുകൊണ്ട് അദ്ദേഹം നിന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ മുതലാക്കുക എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടു കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. ഇനി അദ്ദേഹം നിങ്ങളോട് പറയാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളോട് പറയാത്ത രഹസ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് കിട്ടിക്കുന്ന കാർഡിൽ അദ്ദേഹം നിങ്ങളോട് പറയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രഹസ്യങ്ങളുടെ എല്ലാം ഒരു ഭാണ്ഡം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? നിങ്ങളുടെ അടുത്ത് നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയേക്കുന്നത്. നിങ്ങളോട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ രഹസ്യങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് പറയാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ആ പറയാനുള്ളൊരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? നിങ്ങളുടെ അടുത്ത് നിന്ന് മൂവ് ഓൺ ചെയ്ത് അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു. ഒരു യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു പോയത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കഴിഞ്ഞുപോയ ജീവിതത്തിൽ അദ്ദേഹത്തിന് വന്ന ഒരുപാട് പ്രശ്നങ്ങളായിരിക്കാം. പൈസയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം പലർക്കും പൈസ കൊടുക്കാനുണ്ടായിരിക്കാം. അവരുടെ ആ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങളെ ഭയന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള നീതിന്യായ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം നിങ്ങളുടെ അടുത്ത് നിന്ന് പോലും പോകാനായിട്ട് തീരുമാനിച്ചത് എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. പോകുമ്പോൾ അദ്ദേഹത്തിന് അപ്പുറത്ത് വിശാലമായ ഒരു ലോകം അദ്ദേഹം കാണുന്നുണ്ട്. കാരണം ഒരു സ്ഥലത്ത് നിന്നും പൈസ വാങ്ങിച്ചുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അവിടെ നിന്നും വീണ്ടും പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് എനിക്ക് ഇതിലും വലിയ ഒരു ലോകം, അല്ലെങ്കിൽ ഇതിലും വലിയ ഒരു ജീവിതം എൻ്റെ മുന്നിലുണ്ട് എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം പോകുന്നത് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് നമുക്ക് നൈറ്റ് ഓഫ് സോഡാണ് കിട്ടിയേക്കുന്നത്. അദ്ദേഹം വളരെ വേഗത്തിലാണ് നിങ്ങളിലേക്ക് വന്നത്. വളരെ വേഗത്തിൽ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നിങ്ങളുടെ കണ്ടുമുട്ടൽ. പക്ഷേ അദ്ദേഹം വരുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നിങ്ങളോട് വളരെയധികം സ്നേഹവുമായിട്ടാണ് അദ്ദേഹം വന്നതെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. പക്ഷേ അല്ല. അദ്ദേഹത്തിൻ്റെ വരക്കം കണ്ടാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നിറഞ്ഞ സ്നേഹവുമായിട്ട് വളരെയധികം സ്നേഹത്തോടാണ് നിങ്ങളോട് വരുന്നത് എന്നുള്ളതാണ്. ശരിയാണ്, നിങ്ങളെ അങ്ങനെ തോന്നിപ്പിക്കുകയായിരുന്നു വരുന്നത് വളരെയധികം സ്നേഹത്തോടു കൂടിയാണെന്ന്. പക്ഷേ വരുന്ന വരക്കം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. ആ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പെട്ടെന്ന് തന്നെ വന്നത്.
പക്ഷേ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പിന്നെ നടത്തി തരാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരും, ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങളുമായിട്ടായിരുന്നു അദ്ദേഹം വന്നത്. പക്ഷേ അതൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതൊക്കെ വെറും നൈമിഷികമായിരുന്നു. അതായത് നിമിഷ നേരത്തേക്കുള്ള ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ മാത്രമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യം നടക്കുന്നില്ല, അദ്ദേഹത്തിന് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നറിഞ്ഞപ്പോഴാണ് തിരികെ പോകാനായിട്ട് അദ്ദേഹം ഒരുങ്ങിയത് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയേക്കുന്നത്. അതായത് പൈസ എന്നുള്ള രീതിയിൽ മാത്രമാണ് അദ്ദേഹം ഒതുങ്ങിയത്. അതായത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. അതായത് നിങ്ങളിൽ ആരൊക്കെ ഒരു പിന്നെ സാമ്പത്തികമായ നല്ല ഉന്നതിയിൽ നിൽക്കുന്ന സ്ത്രീയാണ് എന്ന് കണ്ടിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഒരുപാട് സമൃദ്ധിയുള്ള ഒരാളാണ് എന്ന് കണ്ടിട്ടാണ് നിങ്ങളിലേക്ക് വന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, ആ പൈസ എങ്ങനെ വസൂലാക്കാം, ആ പൈസ എങ്ങനെ വാങ്ങിക്കാം, എങ്ങനെയൊക്കെയുള്ള തീരുമാനത്തോടു കൂടിയാണ് അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അദ്ദേഹം വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ, വരാനുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹം നിശ്ചലമായിട്ടിരിക്കുകയാണ്. പൈസയുടെ കാര്യത്തിൽ അദ്ദേഹം നിശ്ചലമായിരിക്കുകയാണ്. അദ്ദേഹത്തിന് പൈസ എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. പൈസ കിട്ടിയാൽ ഞാൻ വരും, ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് നോക്കിയിരിക്കുന്നത്, എനിക്ക് എൻ്റെ കയ്യിലേക്ക് പൈസ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ വരും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൈസയെ അദ്ദേഹം മുറുകെ പിടിച്ചേക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ പൈസ തന്നാൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് വരാം, നിങ്ങളെ സ്നേഹിക്കാം, നിങ്ങളുടെ വിഷമം മാറ്റാം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് തമ്മിൽ ഒരു കൂടിച്ചേരൽ ഉണ്ടാകും, ഒരു കൂടിച്ചേരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ എന്ന് നോക്കാം. വലിയ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കൂടിച്ചേരാനായിട്ട് എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് ഭാരങ്ങൾ ഇപ്പം ചുമന്നു, ഒരുപാട് ഭാരങ്ങൾ, എടുക്കാൻ വയ്യാത്ത ഭാരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ തലയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് ഇത്രയും വലിയ കടങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വലിയ ഭാരങ്ങൾ നിങ്ങളുടെ തലയിലുണ്ട്, ഇത്രയും വലിയ ചുമടുണ്ട്, എന്നിട്ട് ഇനിയും അടുത്ത ഒരു ഭാരം കൂടി താങ്ങാനായിട്ട് നിങ്ങൾക്ക് ശേഷിയില്ല. ഇത്രയും ഭാരം താങ്ങി ഇനി നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് രണ്ടു പേർക്കും കൂടി പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് സാധ്യമല്ല. കാരണം നിങ്ങൾ അവിടെ വരെ ചെന്ന് എത്തില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങളുടെ തലയിൽ എടുക്കാൻ പറ്റാത്തതിൽ കൂടുതൽ ബാധ്യതകൾ വെച്ചിട്ടാണ് അദ്ദേഹം പോയേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടായാലും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ കൂടിയാണ് നിങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹം എന്നിലേക്ക് വന്നത്, എന്ത് കാരണം കൊണ്ടാണ് ഇദ്ദേഹം പോയത് എന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ആ ആളില്ലാതെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ. കളഞ്ഞിട്ട് പോകാനും നിങ്ങൾക്ക് പറ്റുന്നില്ല. എന്നാൽ അദ്ദേഹം തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന പൈസ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധ്യവുമല്ല. പക്ഷേ വിട്ടുകളയാനും നിങ്ങൾക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് പലരും കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മജീഷ്യൻ്റെ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. ചിലർക്കെങ്കിലും പ്രതീക്ഷ കാണും. കാരണം ഒരുപാട് പ്രയോറിറ്റികൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പൈസയായിട്ടായാലും അത് സ്നേഹമായാലും സമ്പത്തായാലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചു വരാം, പ്രതീക്ഷയുടെ ഒരു കാർഡ് കൂടിയാണ്. പക്ഷേ നിങ്ങൾ ആ ഒരാളെ മാത്രം എന്ത് ചെയ്യരുത്, ഫോക്കസ് ചെയ്തിരിക്കരുത്. നിങ്ങൾ ആ ഒരാളെ മാത്രം നോക്കിയിരിക്കരുത് എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും കരഞ്ഞ്, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ കരഞ്ഞും, അല്ലെങ്കിൽ മാനസികമായി നിങ്ങൾ വിഷമിച്ചും, നിങ്ങളുടെ പ്രഷർ കൂട്ടിയും, നിങ്ങൾ ഓരോ ദിവസവും ദുഃഖത്തോടു കൂടി, അല്ലെങ്കിൽ ദുഃഖഭാരത്തോടു കൂടി, മറ്റൊരാളോട് പറയാൻ പറ്റാത്ത അത്രയും വിഷമത്തോടു കൂടിയാണ് നിങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവമായിട്ട് കാണിച്ചു തരുന്നത് എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരാളിലേക്ക് മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രയോറിറ്റികളുണ്ട്, ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്ക് മുമ്പിൽ ദൈവമായിട്ട് തുറന്നു തരുന്നുണ്ട്. നിങ്ങൾ അതിലേക്കെല്ലാം പോവുക, അതിലേക്കെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ചെയ്യാനായിട്ടുണ്ട്.
അപ്പോൾ ആ കാര്യങ്ങളിലേക്കെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധയൂന്നി ഒന്ന് മാത്രം വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് സാധ്യതകളാണ് നമുക്ക് ദൈവമായിട്ട് യൂണിവേഴ്സായിട്ട് തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ആ വഴികളിലേക്ക് നിങ്ങൾ പോവുക. നിങ്ങളുടെ ജീവിതത്തിന് വിജയം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ബന്ധവുമായി നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ഒരു ബ്ലാക്ക് മാജിക്, അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടി കാണുന്നുണ്ട്. നിങ്ങളുടെ നിറഞ്ഞ സ്നേഹവുമായി നിങ്ങളിലേക്ക് ഒരാൾ വന്നു, തിരിച്ച് എന്തിനാണ് വന്നതെന്നോ എന്തിനാണ് പോയതെന്നോ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആളാണ്. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ പോകാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇഷ്ടപ്പെടാത്ത രീതിയിൽ വന്ന ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹം പോയത് എന്നുകൂടിയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ മൂന്നാമതൊരാൾ ആരാണ്, ആ തേർഡ് പാർട്ടി ആരാണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പേഴ്സണലായിട്ട് ടാരോ റീഡിംഗ് എടുത്തെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എടുക്കുന്നത് പൊതുവായിട്ടുള്ള റീഡിംഗ് ആണ്. അത് കുറച്ച് പേർക്ക് അനുകൂലമായിട്ട് വരും, കുറച്ച് പേർക്ക് അത് പ്രതികൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അനുകൂലമാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ റീഡിങ് സ്വീകരിച്ചാൽ മതി. അനുകൂലമാകാത്തവർ അതിനെ വിട്ടുകളയുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് പ്രതീക്ഷയുടെ ഒരു കാർഡാണ് കിട്ടിയതെങ്കിലും യൂണിവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നിൽ മാത്രം ശ്രദ്ധയൂന്നി ഉറങ്ങാതെ ആഹാരം കഴിക്കാതെ നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങൾ വീക്കാക്കിക്കൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകണ്ട. നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ അതിലേക്കെല്ലാം എന്ത് ചെയ്യുക, പിന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ജോലിയിലേക്ക് പോവുക, നിങ്ങളുടെ വീട്ടുകാര്യത്തിലേക്ക് ശ്രദ്ധയൂന്നുക, നിങ്ങളുടെ മക്കളിലേക്ക് പോവുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഹിൻറ്റുകളും എന്ന് പറയുന്നത് നമ്മൾ ഓരോ കാര്യത്തിൽ നിന്നും സ്റ്റക്കായി നിൽക്കുന്ന ജീവിതത്തിൽ നിന്നും നമ്മൾ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ടാരോ റീഡിങ് തീർച്ചയായിട്ടും നിങ്ങളിൽ എത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അവസ്ഥകൾ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കണമെന്ന് നിങ്ങളെ യൂണിവേഴ്സായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോ വാണിംഗ് തരികയാണ്. നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ അതിൽ മാത്രം ഉറച്ചു നിൽക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡാണ് മജീഷ്യൻ്റെ കാർഡ് എന്ന് പറയുന്നത് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ബാക്കി വെച്ചിട്ടാണ് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലേക്ക് വന്നേക്കുന്ന ഒരു ലവേഴ്സ് നിങ്ങളിൽ നിന്നും പോയേക്കുന്നത്. അപ്പോൾ അവരെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് എന്താണ് നിങ്ങൾക്കുണ്ടായ പ്രശ്നമെന്നും ആ സ്റ്റക്നെസ് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, അതിനകത്ത് എന്തുമാത്രം വിജയം നമുക്ക് നേടാനായിട്ട് പറ്റും, നിങ്ങൾക്കതുപോലെ എത്രമാത്രം മൈൻഡ് ക്ലെൻസ് ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് വായിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ റീഡിങ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് ആശംസിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻ ഏതായാലും ശരി, നിങ്ങൾക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ടുമുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നിങ്ങളെ യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.